സംസ്ഥാനത്ത് വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. മട്ടാഞ്ചേരി സ്വദേശിയായ വയോധികയ്ക്ക് 2.88 കോടി രൂപയാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായത്. അതേസമയം കൊച്ചിയിൽ 26 കോടിയുടെ മറ്റൊരു തട്ടിപ്പ് നടന്നിരുന്നു. 26 കോടി രൂപയുടെ ഓൺലൈൻ തട്ടിപ്പിന്റെ ആസൂത്രണം നടന്നത് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിലാണെന്നാണ് പോലീസിന്റെ നിഗമനം. തട്ടിപ്പ് സംഘത്തിൽ ഒന്നിലേറെ മലയാളികളുണ്ടെന്ന് പോലീസ് പറയുന്നു. തട്ടിപ്പ് നടത്തിയ ക്യാപിറ്റാലെക്സ് എന്ന സ്ഥാപനത്തിനെതിരെ മറ്റ് സംസ്ഥാനങ്ങളിലും പരാതികളുണ്ടെന്ന് കണ്ടെത്തി. കോഴിക്കോട് ചോമ്പാല സ്വദേശിനിയിൽ നിന്ന് സൈബർ തട്ടിപ്പിലൂടെ പണം തട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. ബിഹാർ സ്വദേശി അഭിമന്യു കുമാറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി അലി അക്ബർ ഷായും ഷാബാസ് അഹമ്മദും അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുകയാണ്. തട്ടിപ്പോട് തട്ടിപ്പാണ്. ആ തട്ടിപ്പിന്റെ കഥകൾ മുഴുവൻ ഇവരോടൊന്ന് ചോദിച്ചറിയണം. ആദ്യം അലിയിലേക്ക്. അലി, നമുക്ക് ഓരോ തട്ടിപ്പായിട്ട് എടുക്കാം. മട്ടാഞ്ചേരി സ്വദേശിക്ക് പോയത് 2,88,00,000 രൂപയാണ്. അതെങ്ങനെയാണ് പോയത്? ആരാണ് കൊണ്ടുപോയത്? സുജിയ, വിർച്വൽ അറസ്റ്റ് തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. സമാനമായ തട്ടിപ്പ് നേരത്തെയും കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നടന്ന വിർച്വൽ അറസ്റ്റ് തട്ടിപ്പിലെ ഏറ്റവും ഉയർന്ന തുക, ഒരാളിൽ നിന്നും തട്ടിയെടുത്ത ഏറ്റവും ഉയർന്ന തുകയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 2,88,10,000 രൂപയാണ് മട്ടാഞ്ചേരി സ്വദേശിനിയായ 59 വയസ്സുകാരിക്ക് നഷ്ടമായത്. നമുക്ക് നേരത്തെ അറിയുന്ന ഈ നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ട ഒരു കേസ്, ജെറ്റ് എയർവേസ് മുൻ CEO ആയിരുന്ന നരേഷ് ഗോയലുമായി ബന്ധപ്പെട്ട 538 കോടിയുടെ രാജ്യം ഞെട്ടിയ ഒരു സ്കാം ഉണ്ടായിരുന്നു. ആ സംഭവവുമായി ഇവർക്ക് ബന്ധമുണ്ട്. അതിൽ 25 ലക്ഷം രൂപ ഈ 59 വയസ്സുകാരിക്ക് കമ്മീഷനായി ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് കേസ് എന്ന് പറഞ്ഞാണ് ഈ വിർച്വൽ അറസ്റ്റ് നടന്നത്. മുംബൈയിലെ ഒരു തിലക് നഗർ മുംബൈ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാണ് വീഡിയോ കോൾ മുഖാന്തരം ഇത്തരത്തിൽ വിർച്വൽ അറസ്റ്റ് നടക്കുന്നത്. ഇതുവഴി കഴിഞ്ഞ ജൂലൈ 10 മുതൽ ഓഗസ്റ്റ് 30 വരെയുള്ള തീയതിക്കിടയിൽ ഈ പറഞ്ഞ 2,88,10,000 രൂപ ഈ സ്ത്രീയിൽ നിന്നും തട്ടിയെടുത്തിരിക്കുകയാണ് ഈ തട്ടിപ്പ് സംഘം എന്ന് പറയുന്നത്. സമാനമായ തട്ടിപ്പ് ഇന്ത്യയുടെ പല ഭാഗത്തും നടന്നിട്ടുണ്ട്. ഈ സ്ത്രീ ഇപ്പോൾ സ്വർണവും അതുപോലെ കയ്യിലുള്ളതെല്ലാം പണയം വെച്ചും വിറ്റുമാണ് ഇത്രയും വലിയ തുക ഇവർക്ക് നൽകിയത്. ഏറ്റവും ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി എത്തിയ സമയത്താണ് പോലീസിന് സംശയം തോന്നി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പിന് താൻ ഇരയായിട്ടുണ്ട് എന്ന വിവരം ഇവർ പുറത്തു പറയുന്നത്. ഇപ്പോൾ ഇവർ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോവുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഈ മുൻപ് ഉണ്ടായ ഒരു തട്ടിപ്പിൽ താൻ കൂടി ഭാഗവാക്കായി അതിന്റെ പേരിൽ തന്റെ പേരിൽ ഒരു FIR മുംബൈ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇത്രയും തുക നൽകണം എന്ന നിലയിലാണ് ഈ തട്ടിപ്പ് സംഘം ഇവരെ സമീപിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു നാടകം, ഒരു കോർട്ട് റൂം ഡ്രാമ തന്നെ ഈ വീഡിയോ കോളിലൂടെ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ വിദ്യാസമ്പന്നരായ ആളുകളാണ് ഈ തട്ടിപ്പിന് ഇരയാകുന്നത്. അവരെ പോലും വിശ്വസിപ്പിക്കുന്ന നിലയിലുള്ള കോടതി രംഗങ്ങൾ ഇവർ വീഡിയോ കോളുകളിൽ സൃഷ്ടിക്കുന്നു. അതുപോലെ IPS ഓഫീസർ എന്ന വ്യാജേന ആളുകൾ ഈ കോളുകളിൽ വരുന്നു. ആ നിലയിൽ പ്രായമായ ആളുകളെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ച് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഭീതിപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ തട്ടിപ്പിനിരയായ സ്ത്രീ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട നിലയിലാണ് ഇപ്പോൾ അവരുടെ സാമ്പത്തികാവസ്ഥയുള്ളത്. ഈ അടുത്താണ് നോയിഡയിൽ സമാനമായ രീതിയിൽ ഈ പറയുന്ന ജെറ്റ് എയർവേസ് CEO ആയിരുന്ന നരേഷ് ഗോയലിന്റെ തട്ടിപ്പിന്റെ ഭാഗമെന്ന് പറഞ്ഞ് മറ്റൊരു വ്യക്തിയിൽ നിന്നും 3.15 കോടി രൂപ തട്ടിയെടുത്തത്. ഈ നരേഷ് ഗോയൽ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി രേഖകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് സംഘം ആളുകളെ ബന്ധപ്പെടുന്നത്. ഇനിയും സമാന തട്ടിപ്പ് നടക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മട്ടാഞ്ചേരിയിൽ സംഭവിച്ചിരിക്കുന്ന ഈ സംഭവം വ്യക്തമാക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ തട്ടിപ്പിനിരയായ സ്ത്രീ മട്ടാഞ്ചേരി പോലീസ് വെർച്വൽ അറസ്റ്റ് തട്ടിപ്പാണ്. ആളുകൾ സൂക്ഷിക്കുക. ഇപ്പോൾ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇത് മാത്രമല്ല, കൊച്ചിയിൽ മറ്റൊരു ഓൺലൈൻ തട്ടിപ്പ് നടന്നതിന് പിന്നിൽ ഇവിടെയൊന്നുമല്ല, അങ്ങ് സൈപ്രസിൽ നിന്നുള്ള മാഫിയാണ് അത് നിയന്ത്രിച്ചതെന്നുള്ള വിവരം കൂടി വരികയാണ്. ഷാബാസ് അഹമ്മദ്, സൈപ്രസിൽ ഇരിക്കുന്നവർക്കുടെ കൂടെ മലയാളികളും ഇരിക്കുന്നുണ്ടോ? ഈ 26 കോടിയുടെ ഓൺലൈൻ തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥ എങ്ങനെയാണ്? സുജിയ, കൊച്ചി കടവന്ത്ര സ്വദേശിയിൽ നിന്ന് 26 കോടി രൂപ തട്ടിയെടുത്ത ഈ സംഘം ഈ അന്തർദേശീയ മാഫിയാണ് ഇതിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഈ അന്താരാഷ്ട്ര തലത്തിൽ കുപ്രസിദ്ധി നേടിയ സൈപ്രസ് ക്രിമിനലുകളാണ് ഈ സംഘത്തിന് പിന്നിലുള്ളത് എന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ സ്ഥാപനം കാലിഫോർണിയയിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളെങ്കിലും ഈ സൈപ്രസിൽ നിന്നാണ് ഈ ഇടപാടുകാരെ കോൾ സെന്റർ വഴി ഇവർ നിയന്ത്രിക്കുന്നത്. അതിൽ ഒന്നിലേറെ മലയാളികളുണ്ടെന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കൊച്ചി കടവന്ത്ര സ്വദേശിയായ നിമേഷിൽ നിന്നായിരുന്നു 26 കോടി രൂപ ഈ ട്രേഡിംഗ് വഴി ലാഭമുണ്ടാക്കാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് പറ്റിച്ചത്. ഈ സ്ഥാപനത്തിനെതിരെ ക്യാപിറ്റലിക്സ് എന്ന വെബ്സൈറ്റ് വഴിയായിരുന്നു ഈ തട്ടിപ്പ് നടന്നത്. ഈ ക്യാപിറ്റലിക്സ് എന്ന വെബ്സൈറ്റിനെതിരെ ഇന്ത്യയിലെ പല ഭാഗത്തും കേസുകൾ നിലവിലുണ്ട്. ഒപ്പം ദുബായിലടക്കം വിവിധ തട്ടിപ്പുകൾ ഈ സംഘം നടത്തിയിട്ടുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ട്രേഡിംഗിലൂടെ ലാഭം നൽകാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് 15 തവണകളായാണ് ഈ നിമേഷിൽ നിന്ന് ഈ സൈപ്രസ് സംഘം ഈ പണം കൈപ്പറ്റിയത്. പിന്നീട് ഈ ലാഭവിഹിതം ചോദിച്ചപ്പോൾ അതിന് മറുപടി ഉണ്ടായില്ല. പിന്നീട് പലതവണ ഇവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അതിനൊന്നും ഒരു മറുപടിയും
പണമില്ലാതായതോടെ ഈ മുടക്കിയ മുതലിനെ പറ്റി തിരിച്ചു ചോദിച്ചു. അതും നൽകാതായതോടെയാണ് ഈ സൈബർ പോലീസിൽ നിമേഷ് പരാതി നൽകിയത്. ഈ ക്യാപിറ്റലിസ്റ്റ് എന്ന വെബ്സൈറ്റ് കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. ഒപ്പം ഇയാളുമായി നിമേഷുമായി ചാറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ടെലിഗ്രാം അക്കൗണ്ട് വഴിയും ഒപ്പം വിവിധ ആപ്ലിക്കേഷനുകൾ വഴിയും അന്വേഷണം നടക്കുന്നുണ്ട്. ഇവരിലേക്ക് വൈകാതെ തന്നെ എത്താനാവും. ഈ മലയാളികൾ ആരൊക്കെയാണ് എന്നതിനെ പറ്റി കൂടുതൽ അന്വേഷണം പോലീസ് കാര്യമായി തന്നെ നടത്തുന്നുണ്ട്. കാരണം ഈ സൈബർ വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു തട്ടിപ്പ് സംഘത്തിൽ ഒന്നിലേറെ മലയാളികൾ, അതും മലയാളികളെ തന്നെ പറ്റിക്കാനിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ വിവരങ്ങൾ, അവർക്ക് എവിടെ നിന്നാണ് ഈ നാട്ടിലെ സഹായം ലഭിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും 26 കോടി രൂപയാണ് ഒരു മലയാളിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതും മറ്റ് തട്ടിപ്പുകളുടെ പേരിൽ നമ്മൾ സാധാരണയായി കാണുന്ന ഈ ട്രേഡിംഗ് വഴി ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇരട്ടി ലാഭം അതുവഴി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം എന്ന വാഗ്ദാനം നൽകിയായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയത്. കൊച്ചി കടവന്ത്ര സ്വദേശിയായ നിമേഷിനാണ് പണം നഷ്ടമായത്. എന്തായാലും അന്താരാഷ്ട്ര മാഫിയകൾ ഇവിടെ കൊച്ചിയിൽ ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്താൻ പിടിമുറുക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ അന്വേഷണം, വിവിധ കേസുകൾ ഇവർക്കെതിരെ നിലവിലുണ്ട്. കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മലയാളികൾ അടക്കമുള്ള സംഘം നടത്തുന്ന തട്ടിപ്പിനെ കുറിച്ചാണ് ഷാബാസ് പറഞ്ഞത്. നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോകാം. അഭിജിത്ത് മുഴക്കുന്ന കോഴിക്കോട്ട് സൈബർ തട്ടിപ്പ് കേസിലെ പ്രധാനി പിടിയിലായി എന്നുള്ള വാർത്തയാണ് വരുന്നത്. എന്തൊക്കെയാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഇയാളുടെ കണക്ഷൻ ലിങ്കുകൾ എവിടെയൊക്കെയാണ്? സുജയ, ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ചോമ്പാല സ്വദേശിയായ യുവതിക്ക് പണം നഷ്ടമായത്. പണം നഷ്ടമാവുക മാത്രമല്ല, ഇവരുടെ മൊബൈലിലുണ്ടായിരുന്ന വിവരങ്ങളെല്ലാം ഈ തട്ടിപ്പ് സംഘം കൈക്കലാക്കി. കൂടുതൽ പണം ആവശ്യപ്പെട്ടു. പണം ഇനി തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ യുവതിയുടെ മകളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് നിർമ്മിച്ച് അത് പ്രചരിപ്പിക്കുമെന്ന് ഈ തട്ടിപ്പ് സംഘം ഭീഷണിപ്പെടുത്തിയത്. പിന്നാലെ ഈ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അങ്ങനെ കോഴിക്കോട് റൂറൽ SP ഒരു പ്രത്യേക സംഘത്തെ ഉണ്ടാക്കി. ചോമ്പാല പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘമാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ഈ സംഘത്തിനെതിരെ, അതായത് ഈ തട്ടിപ്പ് നടത്തിയ ആൾക്കെതിരെ തട്ടിപ്പിനും ഒപ്പം തന്നെ പോക്സോ കേസും ചുമത്തിയാണ് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സൈബർ പോലീസിന്റെ സഹായം തേടി. അങ്ങനെ ഈ പ്രതി ബീഹാറിലുണ്ട് എന്നുള്ള വിവരം പോലീസ് മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ബീഹാറിലെത്തി. അവിടെ നക്സൽ ബാധിത മേഖലകളിൽ അതിസാഹസികമായി കടന്നു ചെന്നാണ് ഈ അഭിമന്യു കുമാർ എന്ന 22-കാരനെ പോലീസ് പിടികൂടിയത്. ഇയാളുടെ വീട്ടിലായിരുന്നു ഇയാൾ. വീട് വളഞ്ഞ് വളരെ തന്ത്രപൂർവ്വം സാഹസികമായി പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ മാത്രമല്ല, ഒരു വലിയൊരു ശൃംഖല തന്നെ, ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള വലിയൊരു തട്ടിപ്പ് സംഘം തന്നെ ഇത്തരം കാര്യങ്ങളുടെ പുറകിലുണ്ട്, ഇത്തരം തട്ടിപ്പുകളുടെ പുറകിലുണ്ട്. അവരെയൊക്കെ കുടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ. ഏതായാലും പ്രതിയുമായി പോലീസ് ഇപ്പോൾ നിലവിൽ കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റും ഉടൻ തന്നെ രേഖപ്പെടുത്തും, കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഏതായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ലിങ്കുകളൊക്കെ കാണുമ്പോൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നതാണ്. അതാണ്, ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്തോളൂ. ഞാനും ഇപ്പൊ എന്റെ ഇൻസ്റ്റയൊക്കെ തുറന്നു നോക്കിയായിരുന്നു. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ഒരു ലിങ്കിലും പോയി നമ്മൾ ചെന്ന് തലവെച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശും പോകും, മാനവും പോകും, പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ